നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് അവന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരിക്കൽ പോലും ഒരു കാര്യത്തിന് പോലും വിഷമിക്കേണ്ടതായി വരില്ല. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. എന്താ? എനിക്ക് അങ്ങനെ ഗ്യാരണ്ടി ഒന്നുമില്ല അങ്കിൾ. എന്നെ ഒരുപാട് കെയർ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ ഇന്നലെ രാത്രിയാ വന്നത്. വന്നു എന്നല്ല, വിളിച്ചു വരുത്തിയായിരുന്നു അമ്മയും മോനും കൂടി. കുറെ നാളുകളായിട്ട് ഇവരുടെ സംസാരത്തിലെ പ്രധാന വിഷയം മോളായിരുന്നു. അമ്മയും മകനും ഒരു പ്രധാന തീരുമാനത്തിലെത്തുമ്പോ ഞാൻ വന്നില്ല കണ്ടില്ല എന്ന് വേണ്ടല്ലോ. എന്താ ഇതൊക്കെ? വിവാഹക്കാരെ സംസാരിക്കാനേ ഇവർ വന്നിരിക്കുന്നത്. ഇവന്റെ വിവാഹിനി നീട്ടിക്കൊണ്ടുപോവാൻ പറ്റില്ല. ഇവൻ കെട്ടുകയാണെങ്കിൽ മോളെ മാത്രമേ കെട്ടുള്ളൂ എന്നും പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുക. അപ്പോ പിന്നെ ഒരു തർക്കം എന്തിനാണെന്ന് ഞാനും കരുതി. ഇതിപ്പോ എല്ലാം നമുക്ക് തെരിഞ്ഞ ആളുകൾ തന്നെ. ഇനിയിപ്പോ നല്ലൊരു മുഹൂർത്തം പാക്കണം. അത് ഫിക്സ് பண்ணி കല്യാണം പണി വെക്കണം. ആരുടെ? കാർത്തിക് എന്നെ കുറിച്ച് എന്താണ് ആന്റിയോട് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കാർത്തിക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമല്ലെന്നും ഒരു വിവാഹത്തിന് താല്പര്യമില്ലെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാർത്തികിനോട് ചോദിച്ചു നോക്ക്. സത്യമാണോടാ ഇത്? നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതെ അമ്മേ, ഈ വിവാഹകാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണല്ലോ പറയാ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ മോളെ. ഇത് ന്യായമായ ഒരു ആലോചനയല്ലേ? സോറി അങ്കിൾ, എനിക്ക് താല്പര്യമില്ല. വിവാഹം കഴിക്കുന്നതിൽ എനിക്കൊരു സന്തോഷം തോന്നിയിട്ടില്ല. മോളെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇക്കാര്യത്തിൽ ആലോചിക്കാൻ ഒന്നുമില്ല അമ്മേ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കാർത്തികിന്റെ കുടുംബത്തിന് മനസ്സിലായി കാണും. ഇനി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഇറങ്ങിക്കൂടെ? അമ്മേ, നീ ഒരു ആഗ്രഹം പറഞ്ഞു, അത് സാധിച്ചു തരാൻ വന്നു. അതിനർത്ഥം ഈ നാട്ടിൽ വേറെ പെണ്ണില്ലാന്നല്ല. അയ്യോ, അങ്ങനൊന്നും പറയരുത്. ഇവള് അങ്ങനെ ധിക്കാരമായിട്ട് പറഞ്ഞതല്ല. മനസ്സിലായി സുജാതെ. പറഞ്ഞത് കുറച്ചാണെങ്കിലും ഞങ്ങൾക്ക് മറുപടി കൃത്യമായിട്ടുണ്ട്. നമുക്ക് ഇറങ്ങണ്ടേ? എന്തായാലും നമ്മളൊക്കെ അടുത്തുണ്ടല്ലോ. ഓരോരുത്തർക്കും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ഇറങ്ങുന്നുണ്ടോ? കാർത്തിക്, സോറി കാർത്തിക്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ അവരെ കൂട്ടി വരണ്ടായിരുന്നു. അവരെ വിഷമിപ്പിച്ചതില് എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ തന്റെ കാര്യത്തിൽ എന്റെ മറുപടിക്ക് ഒരിക്കലും മാറ്റം വരില്ല. ഞാൻ കരുതിയത് നിങ്ങളൊക്കെ അല്പെങ്കിലും എന്നെ മനസ്സിലാക്കുന്നു. ഇനിയെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നോക്കണം.
പെരുമാറുന്നേ? അവൾ എന്ത് ചെയ്യുന്നതും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? നമ്മളെക്കുറിച്ചാണ് അവളുടെ പേടിയൊക്കെ. അമ്മ, കാലം വേഗം വേഗം കടന്നു പോകും. ഇനി എപ്പോഴാ? അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ശരവണ. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. അല്ല, ഒന്നും എടുത്തില്ല. എടുത്തോളാം. കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞതാണല്ലോ. ഈ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ അവൻ എതിർപ്പേ പറയാറുള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം മോൾക്ക് വേണ്ടി മാത്രം ആ ജീവിതം. സത്യത്തിൽ ഇവൾക്കും വേണമെങ്കിൽ വിവാഹപ്രായം കഴിഞ്ഞു എന്ന് പറയാം. പഠിപ്പിലായിരുന്നു ഇവളുടെ ക്രൈസ്. ഓരോ കോഴ്സ് കഴിയുമ്പോഴും അടുത്തത് ഇവള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനിടയിൽ ഞങ്ങൾ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാ അവളത് ശ്രദ്ധിക്കാറേയില്ല. പക്ഷെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇല്ലേ, അവര് കാണുമ്പോ ആദ്യം ചോദിക്കുന്നത് ഇതാ. ഒരുപാട് ആലോചനകൾ നോക്കി. ഹരിയുടെ ഫോട്ടോ കണ്ടപ്പോഴും കാര്യങ്ങൾ കേട്ടപ്പോഴും ഇവളെന്തോ ഒരു താല്പര്യം പറഞ്ഞു. ഞങ്ങൾക്കിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നൊരു ദർശനം നടത്താനുണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് പോരാമെന്ന് തീരുമാനിച്ചു. അതെന്തായാലും നന്നായി. മോളെ, അവനൊരു പാവ. മോള് അവന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരിക്കൽ പോലും ഒരു കാര്യത്തിന് പോലും വിഷമിക്കേണ്ടതായി വരില്ല. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. എന്താ? എനിക്ക് അങ്ങനെ ഗ്യാരണ്ടി ഒന്നുമില്ല അങ്കിൾ. എന്നെ ഒരുപാട് കെയർ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാലോ. നല്ലൊരു ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത് 24 മണിക്കൂർ എന്റെ കൂടെ ഇരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ ചിന്തിക്കുന്നേയില്ല. മോളെ, ഓരോ പെൺകുട്ടികളുടെ ആലോചന വരുമ്പോ അതൊക്കെ തട്ടിക്കളയുന്നത് അവരൊക്കെ ചെറുപ്പമാണ്. അവർക്കെന്തിനാ ഈ രണ്ടാം കെട്ടുകാരൻ എന്നൊക്കെ ചോദിച്ചിട്ടാ. ചിലപ്പോ ഈ കാര്യത്തിലും ഒരു കാര്യം ചെയ്യാം, എന്റേതും രണ്ടാം വിവാഹമാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ പ്രശ്നം തീരുമല്ലോ. ഇപ്പോഴാ ഒരു കാര്യം ഉറപ്പായത്. മോളെ, ഇത് നടക്കും. മോളെ ദൈവം അവന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നതാ. അല്ല, നിന്റെ അപ്പൂപ്പൻ ആരോ ഗസ്റ്റ് ഉണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.